പുതിയൊരു മഷ്റൂം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. കണ്ടാൽ മഷ്റൂമിന്റെ മുകുളം പോലെ തോന്നുന്ന വെറൈറ്റി കളേഴ്സിൽ വരുന്ന ഒരു സ്പീഷീസിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അത് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതും കൂടാണ്. ഇത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ എല്ലാ ബെഡിലേക്കും ഒരുമിച്ച് എത്തുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ന്യൂറോസ്പോറ സ്പീഷീസിനെ കുറിച്ചാണ്. ഒരുപാട് ബെഡുകളിൽ നിന്ന് ഈ സംഭവം വരും. ശരിക്കും ന്യൂറോസ്പോറസിന്റെ ഒരു സ്പീഷീസാണത്. ഇതിപ്പോൾ ഈ 2 ബാഗിൽ ഇവിടെ കണ്ടു. ഇവിടെ ഒരു ബാഗിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഇതിൻ്റെ ലെൻസ്ഡ് വ്യൂ, അതായത് മൈക്രോസ്കോപ്പിക് വ്യൂ എന്ന് പറയുന്നത് ശരിക്കും അത് സ്പ്രെഡ് ചെയ്യുന്നൊരു സാധനമാണ്. മഷ്റൂം പോലെ തന്നെ ഇങ്ങനെ നൂല് പോലെ കിടക്കും. നമ്മുടെ ലയൺസ് മെയിനൊക്കെ പോലെ. ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ മൊത്തത്തിൽ സ്പ്രെഡാവും. ഈ ഷെഡ് മൊത്തമാവും. ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഈ അടുത്തിടെ ഈ മഴയും വെയിലും വരുന്ന ഈ ഒരു കാലാവസ്ഥയിൽ ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇതിനെങ്ങനെ റിമൂവ് ചെയ്യാം, ഇതെന്താണ് സംഭവം എന്നുള്ളത് പറയണം. ശരിക്കും ഇത് ഇതിൽ നിന്നോ വരുന്നതല്ല, ശരിക്കും അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നതാണ്. ഇത് ശരിക്കും ഒരു പാരസൈറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഷ്റൂം കഴിക്കുന്നതിന് ദോഷമൊന്നും വരില്ല. പക്ഷേ മഷ്റൂം കഴിക്കേണ്ടതായിട്ടുള്ള സെല്ലുലോസ് മറ്റ് എല്ലാ ന്യൂട്രീഷ്യൻസും ഇത് വലിച്ചെടുത്ത് വളരാൻ നോക്കും. ഇത് വളർന്നു കഴിഞ്ഞ് അതിൻ്റെ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പോറുകൾ സ്പ്രെഡ് ചെയ്യിക്കും, അന്തരീക്ഷത്തിലേക്ക് സ്പ്രെഡ് ചെയ്യിക്കും. ഇതുപോലെ മഷ്റൂം ചെയ്യുന്ന പോലെ തന്നെ മഷ്റൂം ഒരു ഭാഗമായി കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്യിക്കുന്ന പോലെ തന്നെ ഇവരും സ്പ്രെഡ് ചെയ്യിക്കും. അടുത്ത ഏരിയയിലേക്ക് വളരാൻ നോക്കും. ഇത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നോക്കുന്ന ഒരു റൂമാണ്. ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മുടെ മൈക്രോസ്പോറസ് പേപ്പർ ടൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും വരുന്ന ഒരു ഏരിയയിൽ മാത്രമാണ് ഇത് വളരുന്നത്. ഇവിടെയും ഇതുപോലെ സംഭവിച്ചത്. എവിടെയാണോ കട്ട് ചെയ്തിട്ടുള്ളത് ആ കട്ടിങ്ങിലൂടെയാണ് വരുന്നത്. ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മേലെയാണ് മൈക്രോസ്പോറസ് ടാപ്പ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഫിൽറ്റർ ടാപ്പിൻ്റെ അകത്തും കൂടെ ഈ ഒരു സ്പോർ വരുന്നുണ്ട്. ഇത് തൊട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് സ്പ്രെഡാവും. നമ്മൾ സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്, ടിഷ്യൂ എടുത്തിട്ടുണ്ട്, ബ്ലീച്ചിങ് പൗഡർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് 3 യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു നനഞ്ഞ തുണിയാണ് എടുക്കുന്നതെങ്കിൽ ആ നനഞ്ഞ തുണി നനയ്ക്കേണ്ടത് ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്ത വെള്ളത്തിലായിരിക്കണം. ബ്ലീച്ചിങ് പൗഡർ കലക്കിയ വെള്ളത്തിൽ ആഡ് ചെയ്തതിൻ്റെ ശേഷം വേണം ഇതിനെ മൊത്തമായിട്ട് സക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ തുടച്ചെടുക്കാൻ. നനഞ്ഞ ഡ്രൈ ആയിട്ടുള്ള തുണിയാണെങ്കിൽ പിടിക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് സ്പ്രെഡായി പോകും. ആ സ്പ്രെഡായി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇപ്പോൾ നനയ്ക്കുന്നതിന് പകരം സാനിറ്റൈസറാണ് നമ്മൾ ടിഷ്യൂവിൽ ആഡ് ചെയ്യുന്നത്. ഇത് മറ്റുള്ള സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാതെ ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നനഞ്ഞതുകൊണ്ടാണ് അത് സ്പ്രെഡ് ചെയ്യാതെ പോയത്. ഞാൻ സ്റ്റിക്കർ അങ്ങ് മാറ്റി കൊടുക്കും. ശരിക്ക് കവർ ചെയ്തിട്ട് ശരിക്കിതിനെ, അപ്പം അത് നനഞ്ഞു, ഇനി അത് അതിൻ്റെ സ്പോറിനെ പുറത്തേക്ക് വിടില്ല. ഇങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും നല്ലത് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദമായി കണ്ടിട്ടുള്ളത്. ണ്ടോ ഈ സ്റ്റിക്കറിലൂടെയാണ് ഇത്. പല ആൾക്കാരും വിചാരിക്കും ഈ സ്റ്റിക്കറിലൂടെയാണ് കയറിയതെന്ന്. വേറെ എവിടെയും ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഓക്സിജൻ കിട്ടുന്ന ഭാഗം ഏതാണോ അതിലൂടെയാണ് ഈ സ്പോറ് കയറിയിട്ടുള്ളത്. ന്യൂറോസ്പോറയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ന്യൂറോസ്പോറ സ്പീഷീസ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ തൽക്കാലം നമ്മൾ ആദ്യം ഒന്ന് സാനിറ്റൈസർ അടിക്കുന്നു. ഇവിടെ എവിടെയായിരുന്നു നമ്മളെടുത്ത്? ഇതല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ വെച്ചിട്ട് സ്പ്രേ ചെയ്യാണ് വേണ്ടത്. നിങ്ങൾ ഈ ബോട്ടിലിൽ കാണുന്നത് ഈഥൈൽ ആൽക്കഹോൾ ആയിരിക്കും. അത് ആ സ്റ്റിക്കറിൽ മാത്രമേ ഉള്ളൂ. ഏറ്റവും നല്ലത് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളാണ്. അതേപോലെ ഈ സ്റ്റിക്കറും നമ്മൾ എന്ത് ചെയ്യണം? പറിച്ച് കളയണം. ഇത് കയ്യിൽ ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾ ഈ പണിയെടുത്ത് മറ്റുള്ള ജോലി ചെയ്യുമ്പോൾ അതിലേക്ക് സ്പോർസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ നിയന്ത്രിക്കുകയാണെങ്കിൽ 2-3 ബെഡിൽ വരും, നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും. അതല്ല, നമ്മൾ ചില ആൾക്കാർ പറയും പുതിയൊരു മഷ്റൂം വന്നിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വിത്തെങ്ങാനും മാറിപ്പോയോ. ഇത് കാണാൻ ഇത് കുറച്ച് വലുതായ മഷ്റൂം പോലെ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഇതല്ല. അപ്പൊ ഇനി അത് നമ്മൾ ക്ലീൻ ചെയ്തതിന്റെ ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഷ്റൂമിലേക്ക് ആവാതെ പുതിയ ബാഗ്സിനാണ് ഈ പ്രശ്നം വരിക. എന്ന് വെച്ചാൽ നന്നായിട്ട് മൈസീലിയം റൺ ചെയ്ത ബാഗിന് ഈ പ്രശ്നം വരില്ല. ഏതുപോലെ ഇപ്പൊ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ബെഡിന്
സ്റ്റാർട്ടിങ് വളർച്ചയിൽ വന്ന ബെഡിനൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരിക. നന്നായിട്ട് മൈസീലിയം റൺ ചെയ്ത ബെഡിന് ഈ ഫംഗസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു സേഫ്റ്റി എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യണം, നമ്മൾ കെട്ടിവെച്ച ബെഡില്ലേ ഇതുപോലത്തെ, ഈ ബെഡിൻ്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് ഐസോപ്രൊപ്പലൈൻ ആൽക്കഹോൾ അടിച്ചു കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂറോസ്പോറയുടെ സ്പീസീസ് ഇവിടെ വന്ന് അതിൻ്റെ സ്പോർ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യാനാണ്. ഇത് കൂടുതലായിട്ട് അടിക്കുകയും ചെയ്യരുത്. അതെന്തുകൊണ്ട് കൂടുതൽ വേണ്ട എന്ന് പറയുന്നത്, ഇതിലൂടെയാണ് ഈ വിത്ത് ഓക്സിജൻ എടുക്കുന്നത്, എയർ സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ ആ വിത്ത് ഡെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യുന്നതും സ്പ്രേ ചെയ്യുന്നതും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡാർക്ക് റൂം സ്റ്റേജിലാണ് ഇത് കൂടുതൽ വരിക. ഇതിപ്പോൾ ഡാർക്ക് റൂമും വെക്കുന്നതൊക്കെ എല്ലാം ഒരു റൂമിലാണ്. ഡാർക്ക് റൂം സ്റ്റേജ് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരില്ല. ഇതും ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് അല്ലേ. ഇത് ശരിക്കൊരു ഒരു നമ്മുടെ ഇത്തിക്കണ്ണിയില്ലേ, നമ്മുടെ ഈ മരത്തിൽ വരുന്ന അതുപോലെ ഒരു പാരസൈറ്റ് ആണ്. ഇത് പുറത്തുനിന്ന് ഇങ്ങനെ വന്ന് അതിൽ നിന്ന് അകത്തേക്ക് അതിന്റെ വേരുകളെ വിട്ടിട്ട് അത് വളരാനുള്ള ഒരു ശ്രമം നടത്തും. അപ്പൊ ഇതിനെ പെട്ടെന്ന് നമുക്ക് ഈസി ആക്കി റിമൂവ് ചെയ്യാം. പക്ഷെ ഇത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. ചില ആൾക്കാർ പറയും പുതിയ മഷ്റൂം ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ല, ഞാൻ ആക്ച്വലി സീഡ് മാറി പോയിട്ടുണ്ട്. അങ്ങനെ പറയാൻ നിൽക്കായിരുന്നു. ഓഹോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്നോട്. ഞാൻ പറഞ്ഞ് അത് ഇതല്ല സംഭവം, ഇതല്ല, അത് വേറെ സാധനമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അതൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാം. അവരൊന്ന് വരുമോ, അവരോടൊന്ന് പറയാ. അതൊക്കെ ഇങ്ങനെ ഓരോ ദിവസം അത് വലുതായിക്കൊണ്ടിരിക്കും. ഈ AC വെച്ച് ചെയ്യുന്ന സ്പീഷീസ് തന്നെ വ്യത്യാസമുണ്ട്. ഇതിപ്പോ വൈറ്റ് അല്ലേ, അവിടെ വെക്കണ വിത്തിന് മാറ്റം ഉണ്ടാവും. ശരിക്കും ഒരു ഹൈടെക് ഷെഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ടൊന്നും ഈ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. ഒരു ഫംഗസിന് അനുകൂലമായ ഒരു സാഹചര്യമാണല്ലോ നമ്മൾ അവിടെ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ മറ്റു ഫംഗസുകളും വന്ന് വളരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മറ്റു ഫംഗസുകൾ വന്നാൽ എന്ത് ചെയ്യണം, മറ്റു ഫംഗസുകളെ എങ്ങനെ റിമൂവ് ചെയ്യണം, നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നതും നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതൊക്കെ ഒരു ഫംഗസ് റിലേറ്റഡ് ബിസിനസ്സാണ്. ബിസിനസ് തന്നെ പറയാം. കാരണം ഇത് വരുമാനം എന്ന് പറയുന്നത് ഒരു കൃഷി മാത്രമല്ല. ഒരു കൃഷിക്കപ്പുറം ഇതിനൊരു വ്യവസായ രൂപത്തിലേക്ക് കൊണ്ടുവരാനാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. അപ്പോഴേ നമ്മളൊരു അല്ലെങ്കിൽ സംരംഭകനാവുകയുള്ളൂ. ആ രീതിയിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനെ റിമൂവ് ചെയ്യാനും ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ അതിനെ കവർ ചെയ്യണം എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും പഠിക്കേണ്ടത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അറിയേണ്ടത് ആവശ്യമാണ്. ഈ ന്യൂറോസ്പോറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഒന്ന് മാത്രമാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാനും അഭിമുഖീകരിക്കാനും പഠിക്കാനും ഉണ്ട്.